സ്നേഹമുള്ളവരെ, ഇന്നേക്ക് 11 ദിവസങ്ങൾക്ക് മുൻപേ, അതായത് 2024 ജനുവരി മാസം 10-ാം തീയതിയാണ് റഫായേൽ പിതാവ് നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും പിതാവും തലവനുമൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. മാധ്യമങ്ങളുടെയും മറ്റുമൊക്കെ പ്രവചനങ്ങൾക്ക് അതീതവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അഭിനന്ദനേക്കാൾ കൂടുതലായി ആകുലതകളാണ് മുഴച്ചു നിന്നത്. നമ്മുടെ സഭ അതിഭീകരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പരമരസികനും സരസനുമായിട്ടുള്ള 67 വയസ്സുള്ള ഒരു ധ്യാനഗുരുവായ, ആരോടും മുഷിഞ്ഞ് സംസാരിക്കാത്ത, ഒരിക്കലും മുഖം കറുപ്പിക്കാത്ത, എല്ലാവരെയും കേൾക്കുന്ന അങ്ങനത്തെ ഒരു പിതാവിന് ഈ കാലഘട്ടത്തിൽ സഭയിൽ ശക്തമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് സഭയെ നയിക്കുവാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ആകുലതകളുടെ മുഴുവനും കാതൽ. ഇതേപോലെ തന്നെ 1958 ജോൺ 23-ാമൻ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ആകുലതകളുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് 77 വയസ്സ് പ്രായമുള്ള അനാരോഗ്യവാനായിട്ടുള്ള ഒരു പിതാവായിരുന്നു. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് മറ്റാരും വരാത്ത സാഹചര്യത്തിൽ 11-ാമത്തെ വോട്ടെടുപ്പിൻ്റെ അവസാനമാണ്. അന്ന് കൂടെ ഉണ്ടായിരുന്ന കർദിനാളന്മാരുടെ വിചാരം ഇനിയും ഒരു ശക്തനായിട്ടുള്ള മാർപ്പാപ്പയ്ക്ക് ശേഷമുള്ള ഒരു കെയർടേക്കർ മാർപ്പാപ്പ എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ റോളെന്നായിരുന്നു. പക്ഷേ സഭയെ ആധുനികവൽക്കരിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച 2-ാം വത്തിക്കാൻ സുനോദോസ് വിളിച്ചുകൂട്ടിയത് ജോൺ 23-ാമൻ മാർപ്പാപ്പയാണ്. സഭയെ ലോകത്തിനും സഭാംഗങ്ങൾക്കും ആകർഷണീയതയുള്ളതാക്കി തീർത്തത്, സഭയെ ആധുനികവൽക്കരിച്ചത് ഈ ജോൺ 23-ാം മാർപ്പാപ്പയുടെ പരിശ്രമങ്ങളാണ്. ഇങ്ങനെ നോക്കിയാൽ മോശെ തിരഞ്ഞെടുക്കപ്പെട്ടത് ശക്തനായിരുന്നത് കൊണ്ടോ നേതൃപാഠവും ഉണ്ടായിരുന്നത് കൊണ്ടോ അല്ല. അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഇതാ ഞാനൊരു വ്യക്തനാണ്, എനിക്ക് സാധിക്കില്ല, പക്ഷേ ദൈവം പറയും ഞാൻ നിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇനിയും ദാവീദ് രാജാവ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏറ്റവും ബലഹീനനായിട്ടുള്ള ജെസയുടെ മകനാണ്, അങ്ങനെയുള്ളവനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചത്, ഈ ജനതയെ ഒരു നല്ല രാജ്യമായിട്ട് രൂപാന്തരപ്പെടുത്തിയത് ദാവീദ് രാജാവാണെന്ന് നമുക്കറിയാം. ഇന്നത്തെ സുവിശേഷം ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അപ്പസ്തോലന്മാരുടെ തിരഞ്ഞെടുപ്പാണ്. യേശു തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ കൂടെ ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഐക്യപ്പെടുന്നവരുമായി വിളിച്ചു എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. ഈ അപ്പസ്തോലന്മാർ ആരാണ് എന്നതിനേക്കാൾ ഉപരി ആരായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. അപ്പസ്തോലന്മാരിൽ വിജാതീയരായിട്ടുള്ള ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് സഭയിൽ പക്ഷേ 99.99% യഹൂദ ക്രൈസ്തവരല്ല, വിജാതീയ ക്രൈസ്തവരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം വിജാതീയരായിട്ടുള്ള ആരെയും തിരഞ്ഞെടുക്കാതിരുന്നത്? അതിന് കാരണം ഒരു പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയുള്ള, പാരമ്പര്യത്തിൻ്റെ അടിത്തറയുള്ള സമൂഹത്തിൽ നിന്ന്, ദൈവത്തെ അടുത്തറിഞ്ഞ ജനതയിൽ നിന്ന് വേണം തൻ്റെ അപ്പസ്തോലന്മാരെന്ന് ഈശോ വിചാരിച്ചിട്ടുണ്ടാവും. വിശ്വാസത്തിൻ്റെ അടിത്തറയും വിശ്വാസ പാരമ്പര്യവും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ, അപ്പസ്തോലന്മാരുടെ തിരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള ഘടകമായിട്ട് പറയുകയാണ്. ഇനി രണ്ടാമതായിട്ട് അവരിൽ ആരും അലസന്മാരുണ്ടായിരുന്നില്ല, കഴിവ് കുറവുള്ളവരുണ്ടായിരുന്നില്ല, ബുദ്ധിയോ ഏതെങ്കിലും ശേഷിയോ ഒരുപക്ഷെ സമ്പത്തോ സമൂഹത്തിലെ സ്ഥാനത്തിലോ കുറവുണ്ടായിരുന്നവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. യാക്കോബും യോഹന്നാനും പത്രോസും അന്ത്രയോസുമൊക്കെ സ്വന്തമായിട്ട് വള്ളവും വലയുമൊക്കെ ഉണ്ടായിരുന്ന, ഒരുപക്ഷെ സ്വന്തമായിട്ട് ഭൃത്യന്മാർ പോലും ഉണ്ടായിരുന്നവരായിരുന്നു. മത്തായി ആകട്ടെ ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ എന്നുള്ള തരത്തിൽ നികുതി പിരിവുകാരനായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരെയും യേശു വിളിക്കുന്നത് അവരവരുടെ ജോലി സ്ഥലത്ത് നിന്നാണ്. അധ്വാനശീലരായിരുന്നു യേശുവിൻ്റെ അപ്പസ്തോലന്മാർ. മൂന്നാമതായിട്ടാകട്ടെ യേശുവിൽ നിന്ന് ഒരു തരത്തിലുമുള്ള ഔദാര്യം പങ്കുപറ്റിയ ഒരാൾ പോലും യേശുവിൻ്റെ അപ്പസ്തോല ഗണത്തിലുണ്ടായിരുന്നില്ല. രോഗശാന്തി കിട്ടിയവരോ മറ്റെന്തെങ്കിലും ആനുകൂല്യം കിട്ടിയവരോ. ഒരാൾക്ക് യേശു അന്ധനെ സുഖപ്പെടുത്തുന്ന സമയത്ത് അവൻ പറയും ഞാൻ നിൻ്റെ കൂട്ടത്തിൽ വരട്ടെ. ഈശോ പറയും വേണ്ട, നീ എൻ്റെ കൂട്ടത്തിൽ വരരുത്. കാരണം യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരൊക്കെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായിരിക്കണം. ഏതെങ്കിലും ഔദാര്യത്തിൻ്റെ പുറത്തല്ല, പിന്നെയോ ഇഷ്ടത്തിൻ്റെ പുറത്ത് വരുന്നതായിരിക്കണം. സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് യേശു നിരൂപിച്ചത് കൊണ്ടാണത്. മാത്രവുമല്ല
യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരേ സ്വഭാവമുള്ളവരായിരുന്നില്ല, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരായിരുന്നു. അവരിൽ എങ്ങനെയെങ്കിലും റോമക്കാരെ തകർക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന തീഷ്ണമതിയായിട്ടുള്ള ശമയോനും യൂദാസ്കറിയോത്തയും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എവിടെ വെച്ച് നികുതി പിരിവുകാരെ കണ്ടാലും അവരെ വകവരുത്തണമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ഇവരുടെ കൂട്ടത്തിലേക്കുണ്ടായിരുന്നത് നികുതി പിരിവുകാരനായിട്ടുള്ള മത്തായിയാണ്. നമുക്കറിയാം, നികുതി പിരിവുകാരെ യഹൂദരെല്ലാവരും വെറുത്തിരുന്നു. പക്ഷേ മത്തായി ആ ശിക്ഷ സമൂഹത്തിൽ പെട്ടു. ഇനിയും അതേപോലെ തന്നെ പെട്ടെന്ന് പ്രതികരിക്കുന്നവനായിട്ടുള്ള പത്രോസ്, ഇനിയും കാര്യങ്ങളുടെ ഉള്ളിലേക്ക് കടന്ന് ചിന്തിക്കുന്നവനായിട്ടുള്ള നഥാനിയൽ എന്ന് പറയുന്ന ബർത്തലോമിയായി, പീലിപ്പോസ് ഉണ്ടായിരുന്നു. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുന്നയാൾ പീലിപ്പോസ് ഉണ്ടായിരുന്നു. വികാരവാനായിട്ടുള്ള യോഹന്നാൻ ഉണ്ടായിരുന്നു. സംശയപ്രകൃതിയോടെ എല്ലാത്തിനെയും കാണുന്നവനായിട്ടുള്ള തോമസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന ശിഷ്യന്മാരെയാണ് യേശു ഒരുമിച്ച് കൂട്ടിയത്. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ആ ശിഷ്യ സമൂഹം കെട്ടുറപ്പുള്ള സമൂഹമായിരുന്നു. കാരണം എന്താണ്? ഒന്നാമത് അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യമെന്നുള്ളത് എന്താണ്? ഇവിടെ ദൈവരാജ്യം കൊണ്ടുവരണം, ഇവിടെ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വേണം, അതിനുപരിയായിട്ട് ദൈവത്തിൻ്റെ രാജ്യമെന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ വിഭാഗീയതകൾ മാറി നിൽക്കണം. രണ്ടാമതാവട്ടെ യേശുവിനോടുള്ള സ്നേഹമായിരുന്നു. യേശു തന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ കാഴ്ചപ്പാടായിരുന്നു. വ്യക്തിപരമായിട്ടുള്ള യേശുവിനോടുള്ള ബന്ധമായിരുന്നു അവരെ ഒരുമിച്ച് ചേർത്തത്. നമ്മളൊരു സഭയായിട്ടും സമൂഹമായിട്ടും നിലകൊള്ളുമ്പോൾ പ്രിയമുള്ളവരെ, ഒരുപാട് വിഭാഗീയതകൾ, രാഷ്ട്രീയ വ്യത്യസ്തത, താല്പര്യങ്ങൾ, പലതരത്തിലുമുള്ള സ്വഭാവവിശേഷങ്ങളൊക്കെ നമ്മുടെ ഇടവകയിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയത്തും ഒരുമിച്ച് പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഘടകം ഒന്ന്, നമുക്കൊക്കെയും യേശുവിനോടുള്ള ബന്ധമാണ്. ഞാൻ ഇന്നയാളെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും യേശു അയാളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ അയാളുള്ളത് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് അടിസ്ഥാനപരമായിട്ടുണ്ടാകണം. രണ്ടാമത്, നമ്മളൊക്കെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നവരാണ്, സ്വർഗം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം. ഈ ലക്ഷ്യബോധവും നേതാവായിട്ടുള്ള യേശുവിനോടുള്ള വ്യക്തിബന്ധവും നമ്മുടെ ഇടയിലെ സ്നേഹവും ഐക്യമൊക്കെ വർദ്ധിപ്പിക്കട്ടെ എന്നും, തിരഞ്ഞെടുക്കപ്പെടുന്നവരൊക്കെയും കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരെ നമ്മൾ അംഗീകരിക്കണമെന്നുള്ള ഒരു ബോധ്യവും നമ്മുടെ സഭയെയും സമൂഹത്തെയും നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.